നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് എന്നെ സംബന്ധിച്ച് ഈ വിവാഹം, ഈ സ്ത്രീ പുരുഷ ബന്ധം. ഇതിലാണ് നമ്മുടെ സമൂഹത്തിന്റെ ഫുൾ ഫോക്കസ്. മനസ്സിലായില്ലേ? ഇതൊരു ജനിച്ച് മനുഷ്യൻ മരിക്കുന്നതിൻ്റെ ഇടയിൽ സ്വാഭാവികമായി ഇഷ്ടമുള്ളത് ചെയ്യുന്ന ഒരു വളരെ കേവലമായ ഒരു പ്രാധാന്യമില്ലാത്ത കാര്യം. നിങ്ങൾ ഏത് കടയിൽ കയറി മന്തി കഴിക്കണം, ഏത് കടയിൽ കയറി ജ്യൂസ് കുടിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലെ നിങ്ങൾ ആരോടൊപ്പം സെക്സ് നടത്തണം, ആരോടൊപ്പം കിടക്ക പങ്കിടണം, ആരോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യണം, ആരോടൊപ്പം ഫ്ലൈറ്റിൽ പോകണം, ഏത് കൂട്ടുകൂടി തായ്ലൻഡിൽ പോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനം മാത്രമാണിത്. ഇതിന് വലിയ ആനയായും ചക്കയായും പൂജാരിയുടെ സാന്നിധ്യത്തിൽ മറ്റേത് ചെയ്ത് മറിച്ചത് ചെയ്ത് ഇനിയിപ്പം ഈ സെക്സ് നടത്തി എന്ന് പറയുന്ന ആളും പിന്നെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ വെർജിനിറ്റി മോഡിലാണ് കല്യാണമൊക്കെ നടത്തുന്നത്. എന്താണ് ഈ വെർജിനിറ്റി? അതും വലിയൊരു പുതിയ തേങ്ങയാണല്ലോ. നോക്കൂ, ഇതൊരു കള്ളത്തരത്തിന്റെ കൂടാരമാണ്. ഈ കല്യാണവും കുടുംബവും ഇതെല്ലാം ഭയങ്കര ഒരു കള്ളത്തരമാണ്, പറ്റിക്കലാണ്. ഇത് മനുഷ്യനെ ഭയപ്പെടുത്തലാണ്. മനസ്സിലായില്ലേ? നാളും പക്കമൊക്കെ നോക്കി നിങ്ങൾ കല്യാണം കഴിച്ചു, അടുത്ത ദിവസം ഒരാൾ പോയാലും കുഴപ്പമില്ല. അതേസമയം രണ്ടാളുകൾ പ്രേമിച്ച് പോയി കല്യാണം കഴിച്ചിട്ട് അടുത്ത ഒരുത്തിന് കാലയിൽ മുള്ളു കൊണ്ടാലും പറയും, കണ്ടോ ജാതകം നോക്കാഞ്ഞിട്ടാ, കണ്ടോ മുഹൂർത്തം തെറ്റിച്ചിട്ടാണ്, കണ്ടോ മറ്റേ 8 പൊരുത്തം 10 പൊരുത്തം ഇല്ലാഞ്ഞിട്ടാണ്. ഇത്ര അസംബന്ധകരമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിലാണ് ഇത് നടപ്പാക്കുന്നത് ഇവർക്ക്.